മൊത്തമായിട്ട് പോയി. എല്ലാം വീട് 1:30ക്കാണ് രാത്രി ഇത് സംഭവിച്ചത്. ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നു. അപ്പോൾ രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എണിച്ചപ്പോൾ പിന്നെ നോക്കണത് കാലും കൈയൊക്കെ മരവും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കഴുത്തിൻ്റെ അത്ര അയക്കണ്. മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ. പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ കയറി നിന്ന് അവിടെ നിന്നിട്ട് കുറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന്. അപ്പോൾ ഒന്ന് എല്ലാവരും കരച്ചിലും വിളിച്ചിലും നമ്മളെ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി. അതിലൊന്നും ആരുമില്ല, വീടേ കാണില്ല അവിടെ. അവരെന്തായിന്ന് അറിയില്ലല്ലോ, മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട്, ജീവിച്ചിരിക്കണ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണമെന്നും പറയുന്നുണ്ട്. എന്താന്നുള്ള ശരിക്കിനുള്ള വിവരമൊന്നും അറിയില്ല. അതിന്റെ മുന്നേ ഞങ്ങൾ രക്ഷപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. രണ്ടാമത്തെ പൊട്ടൽ അറിഞ്ഞു. അത് അതിന്റെ മുന്നേ എൻ്റെ ഹസ്ബൻഡിന്റെ വാപ്പ തൊട്ടടുത്താണ്. അപ്പോൾ പറഞ്ഞു 1:30 ആയിട്ടില്ല, 1:15 ആയിട്ടേ ഉള്ളൂ സമയം. അപ്പോൾ പറഞ്ഞു മോനെ എനിക്ക് പേടിയാകുന്നുണ്ട്, നല്ല മഴ പെയ്യാണ്, നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഫോൺ വിളിച്ച് ഞങ്ങളുള്ള വീട്ടിൽ ഫോൺ വന്ന്. അപ്പോൾ പറഞ്ഞപ്പോൾ സമയം 1:30 അല്ലേ, നമ്മൾ എവിടേക്കാ പോകണം, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അത് കഴിഞ്ഞത് ഈ ശബ്ദം കേൾക്കുകയാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്, ഞങ്ങൾ പോയിട്ടുണ്ടാവുമായിരുന്നു. ഉള്ളിലായതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാ, നിലക്കേറി. അപ്പോഴത്തേന് ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ഞങ്ങൾ മാറി. അവിടെ നിന്ന് ഇറങ്ങി ഓടി, കുറച്ചൊന്ന് ഒഴുക്ക് നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടിയതാ. കുറച്ച് വീട്ടുകാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. എല്ലാ വീടും ആ ഭാഗത്തുള്ള വീടുകൾ പോയിക്കണ്. രണ്ടാമത്തെ പൊട്ടൽ മുഴുവനായിട്ട് പോയിക്കണെന്നാ പറയുന്നേക്കണ്. അകത്ത് കുറെ ആള് അകത്ത് പെട്ടിക്കണെന്ന് പറയുന്നുണ്ട്. രക്ഷപ്പെട്ടവരും ഉണ്ട്.